മുൻ MLA PT തോമസിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 4 വയസ്സ് തികയുന്നു. നിലപാടുകൊണ്ടും സമീപനം കൊണ്ടും കോൺഗ്രസിലെ ഒറ്റയാനായിരുന്നുവെന്നും PT. പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്ന PT തോമസ് തന്റെ ബോധ്യങ്ങൾക്കും ശരികൾക്കൊപ്പം എന്നും നിലകൊണ്ടു. രാഷ്ട്രീയത്തിലെ വംശനാശം നേരിടുന്ന വിഭാഗത്തിന്റെ പ്രതിനിധിയെന്ന് PT തോമസിനെ വിശേഷിപ്പിക്കാം. സ്വന്തം നേട്ടങ്ങൾക്കും വളർച്ചയ്ക്കും അപ്പുറം ജനസേവനമാകണം രാഷ്ട്രീയ പ്രവർത്തകന്റെ ലക്ഷ്യമെന്ന് സ്വജീവിതം കൊണ്ട് തെളിയിച്ച PT നിലപാടുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. വിമർശനത്തിന്റെയും ഭയമില്ലായ്മയുടെയും സ്വരമെന്ന് കേരള രാഷ്ട്രീയം PT തോമസിനെ അടയാളപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വച്ചു മാറാനുള്ളതായിരുന്നില്ല PTക്ക് നിലപാടുകൾ. പരിസ്ഥിതി സംരക്ഷണം ഇത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ കേരളത്തിൽ വിരളം. പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് വാദിച്ചപ്പോൾ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു. എങ്കിലും PT തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ PT തോമസ് ഒരു കാലത്ത് A ഗ്രൂപ്പിന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു. പിന്നീട് മിതവാദിയായി പരുവപ്പെട്ട PT കോൺഗ്രസിന്റെ ഹരിതമുഖമായി. കടമ്പ്രയാർ മലിനീകരണത്തിനെതിരെ പോരാടാനും മുന്നണിയിൽ തന്നെ PT ഉണ്ടായിരുന്നു. സംഘടനാ പാടവത്തിലും നിയമസഭയിലെ പ്രകടനത്തിലും PT തോമസ് ശക്തമായ സാന്നിധ്യമായിരുന്നു. നിശ്ചയദാർഢ്യത്തിന്റെയും ആദർശ രാഷ്ട്രീയത്തിന്റെയും പ്രതീകമായിരുന്ന PT തോമസ് അർബുദത്തിന് ചികിത്സയിലിരിക്കെയാണ് വിടവാങ്ങിയത്. PT തോമസിന് 24ന്റെ സ്മരണാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.